നീരുള്ള ഭാഗത്ത് 3 നേരം പുരട്ടി ചൂടുവെള്ളത്തിൽ കഴുകി കളയുക. കഴുകി കളയാനെ പിന്നെ എന്തിനാ പുരട്ടണേ? അങ്ങോട്ട് പറയണത് കേട്ടാ മതി. വെറുതെ അല്ല ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കിട്ടണത്. ഇനി അടി മേടിച്ച് ഇങ്ങോട്ട് വരണ്ട, പോയിക്കോ. വായില നാവ്. അടുത്ത ആള് വരൂ. മരുന്നെങ്ങാനും മാറിപ്പോയി എന്തെങ്കിലും സംഭവിച്ചാലേ ജയിലിൽ പോയിട്ട് വരും. ഓ, ഡോക്ടറും കമ്പൗണ്ടറും വന്നില്ല എന്ന് വെച്ച് ഡിസ്പെൻസറി അടച്ചിടാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ തന്നെ കൈകാര്യം ചെയ്യാന്ന് വെച്ചു. പിന്നെ ആയുർവേദ മരുന്നൊന്നും മാറിപ്പോയെന്ന് വെച്ച് ആരും ചത്തൊന്നും പോവില്ല. ഡോക്ടർ വന്നില്ലേ? വരാറായിട്ടുണ്ട്. അല്ല, ഞാൻ ഓർക്കുക, എന്തൊരു ചങ്കൂറ്റ നിനക്ക്. ആ സുനിത കുഞ്ഞിനെ കേറി പ്രേമിച്ചിട്ട് മാധവൻകുട്ടിയുടെ മുമ്പിൽ വരാൻ ഒരു ചമ്മലും ഇല്ലേ? ദേ, പിന്നെ എല്ലാം പറഞ്ഞൊപ്പിച്ചത് ഞാനാ, അത് ഓർമ്മ വേണം. ആ, ഇരിക്കിരിക്കെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എപ്പോ വന്നു? ഞാനൊരു 8:55 വന്നപ്പോ. രവീന്ദ്ര എപ്പോ വന്നു? ഞാൻ ഇതുവഴി പോയപ്പോ ഒന്ന് കയറിയതാ. ആ, രവീന്ദ്ര ഇരിക്കെ, ഞാൻ ഈ പേഷ്യൻസിനെ ഒന്ന് നോക്കട്ടെ. ചേട്ടാ, ഓരോരുത്തർ വിളിക്കേ. അല്ല, ഇതാരും ശോഭേച്ചയോ? വരൂ വരൂ. എന്താ ഇങ്ങോട്ടൊക്കെ? ഞാൻ ഡോക്ടർ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. ആരാ മോളെ ഇത്? ഇത് ചേട്ടന്റെ ഒരു പേഷ്യന്റ് അമ്മേ, ശോഭ എന്നാ പേര്. ഡോക്ടറെ കാണലും ചികിത്സയൊക്കെ ആശുപത്രിയിലും പന്തുകളി മൈതാനത്ത് മതി, ഇവിടെ ഒന്നും വേണ്ട കേട്ടോ. എന്താ ഏട്ടാ ഇത്? എന്തെങ്കിലും അത്യാവശ്യമായിട്ട് അവനെ കാണാൻ വന്നതായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമോ? നീ ബോഡി അവിടെ, നിനക്കെന്തറിയാം? എന്താ കാര്യമൊന്നും നിന്റെ ആ സീമന്തപുത്രനെ വിളിച്ച് ചോദിക്കാം, അവൻ പറയാം അത്യാവശ്യം എന്താന്ന്. മാധവൻകുട്ടി, ഒന്നിഞ്ഞു വന്നേ. എന്താമ്മേ? എന്തിനാണ് അമ്മ എന്നെ വിളിച്ചത്? ഏതായി പെൺകുട്ടി? നീ അറിയില്ലേ? നിന്റെ പേഷ്യന്റ് ആണെന്നാണല്ലോ പറഞ്ഞത്. എന്റെ പേഷ്യന്റോ? ഇങ്ങനൊരു പേഷ്യന്റ് ഞാൻ ട്രീറ്റ് ചെയ്തിട്ടില്ല. ഇങ്ങനൊരു പെൺകുട്ടി എന്റെ ലൈഫിൽ കണ്ടതായിട്ട് പോലും ഞാൻ ഓർക്കുന്നില്ല. അല്ലേ? എടാ, ആലുവ ശിവരാത്രി മണപ്പുറത്ത് വെച്ചെങ്കിലും കണ്ടതായിട്ട് ഓർക്കണ്ടോന്നൊന്ന് ആലോചിച്ചു. സാർ എത്ര പെട്ടെന്ന് എന്നെ മറന്നുപോയോ? ഇന്നലെ ഡിസ്പെൻസറിയിൽ വെച്ച് കണ്ടപ്പോ സാറല്ലേ പറഞ്ഞത് സാർ ഇന്ന് തിരുവനന്തപുരത്ത് പോകുന്നുണ്ടെന്നും എനിക്കൊരു ലിഫ്റ്റ് തരാമെന്നും. ഏത് തിരുവനന്തപുരം? എവിടത്തെ തിരുവനന്തപുരം? കുട്ടി എന്തായി പറയുന്നത്? മതിയാക്കണം നിന്റെ പൊട്ടംകളി. ഭാഗീരഥി, നിന്റെ മരുമോളായിട്ട് വരാൻ പോകുന്ന പെണ്ണാ ഇത്. എടാ, നീ എന്നെ കൊരങ്ങളിപ്പിക്കായിരുന്നു അല്ലേ? ഏതായാലും നിന്റെ സെലക്ഷൻ കൊള്ളാൻ കേട്ടോ. മോളിഞ്ഞു വാ, വെച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ. എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല. വേണ്ട, വല്ല 500,000 ആയിരുന്നെങ്കിൽ ഞാൻ കണ്ടില്ലെന്ന് നടിച്ചേനെ. ഇത് രൂപ 50,000. 50,000 ഫോട്ടോന്ന് വെക്കാൻ എന്നെ കൊണ്ടാവില്ല. സത്യമായിട്ട് രൂപ ഞാൻ എടുത്തിട്ടില്ല സാർ. Then how it happened? താൻ എടുത്താലും ശരി ഇല്ലെങ്കിലും ശരി, നഷ്ടപ്പെട്ടു പോയ രൂപയ്ക്ക് യു ഹാവ് ടു ആൻസർ. ഇനി എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പോലീസിനോട് പറഞ്ഞാൽ മതി. രൂപ ഞാൻ എടുത്തിട്ടില്ല സാർ, പ്ലീസ് പ്ലീസ്. ഞാനൊരു ഫൂളല്ല എന്ന് തനിക്കറിയാമല്ലോ. 50,000 രൂപ പോയിട്ടും തനിക്കെതിരെ ഒരു ലീഗൽ ആക്ഷനും എടുക്കാത്തത് ആ നഷ്ടത്തിന് കാരണം താനായതുകൊണ്ട് മാത്രമാണ്. പിന്നെ സ്റ്റാമ്പ് പേപ്പർ ഒപ്പിട്ട് വാങ്ങിച്ചത് ഒരു ഫോർമാലിറ്റി. ഇരിക്കെ. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. തനിക്കും എനിക്കും ഇപ്പൊ ടെൻഷനാ. എനിക്ക് രൂപ പോയല്ലോ എന്ന ടെൻഷൻ, തനിക്കത് കളഞ്ഞല്ലോ എന്ന ടെൻഷൻ. നമുക്ക് 2 ദിവസം ഇവിടെ നിന്ന് മാറി നിന്നാലും അല്ല, ഊട്ടിയിലോ മറ്റപ്പോ. സോറി സാർ, ഞാൻ വരില്ല. അറുത്തു മുറിച്ചുള്ളൊരു മറുപടി കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. എനിക്ക് കാര്യത്തിൽ ആലോചിക്കാനില്ല, ഞാൻ എങ്ങും വരില്ല. വെയിറ്റ്. ഒരു റീതിങ്കിങ് കൊണ്ട് ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടാവില്ല. തുടരു തന്നെ.
തൊട്ടുകൂടായ്മയുടെ കാലമൊക്കെ എന്നേ പോയടി പെണ്ണേ. നീ ആരാടി ഭൂലോക രംഭയോ? രൂപ 50,000 നഷ്ടപ്പെട്ടത്. നീ ഒപ്പിട്ട് വന്ന് സ്റ്റാമ്പ് പേപ്പർ അവിടെ ഇരിപ്പുണ്ട്, അത് മറക്കണ്ട. ആ പേര് പറഞ്ഞ് താൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ അത് നടക്കില്ല. തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ. നീ എങ്ങോട്ടാ? ഞാൻ അവിടെ മരുന്ന് പോയിട്ടാ. എന്ത് കാര്യത്തിന്? നമുക്ക് നാളെ തന്നെ പോലീസിൽ ഒരു കടലാസ് കൊടുക്കാം. കോടതി നിയമമൊക്കെ ഉണ്ടല്ലോ നാട്ടില്. പോലീസിലും കോടതിയിലൊക്കെ പോയാൽ അതിന്റെ നാണക്കേട് നമുക്ക് തന്നെ. ഞാൻ അവനെ ഒന്ന് കാണട്ടെ. ഡോക്ടറോ? എങ്ങനാ? സ്മോളോ ലാർജോ? സ്മോളിനും ലാർജിനും വേണ്ടി ഒന്നൊന്നുമല്ല. സുനിതയുടെ രാജിയാ. ഊട്ടിയിലും കൊടൈക്കനാലിലും തന്റെ കൂടെ സുഖവാസന ചുറ്റിക്കറങ്ങാനേ വേറെ ആളെ നോക്കണം. എന്റെ പെങ്ങളെ കിട്ടത്തില്ല. ജോലി തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എന്റെ സ്റ്റാഫുകൾക്ക് എപ്പോഴും ഉണ്ട്. രാജി സ്വീകരിച്ചിരിക്കുന്നു. ഭീഷണിപ്പെടുത്തി താൻ അവളോട് എഴുതി വാങ്ങിയ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, അതിങ്ങെടുക്ക്. സോറി മിസ്റ്റർ മാധവൻകുട്ടി, ഐ ഹാവ് എ ലോസ് ഓഫ് ₹50,000. ക്യാൻ യു ഗീവ് ഇറ്റ്? 50,000 പണം ഒരു ചില്ലി കാശ് കിട്ടില്ല. എനിക്കങ്ങനെ എഴുതള്ളാൻ പറ്റില്ലല്ലോ. സോ ഐ എം ഗോയിങ് ടു ടേക്ക് ലീഗൽ സ്റ്റെപ്സ്. മോനെ, നീ തന്നെ പൈസ എടുത്ത് മാറ്റിയിട്ട് എന്റെ പെങ്ങളെ വീട്ടാമെന്ന് കരുതിയില്ലടാ. എടുക്കണ സ്റ്റേറ്റ്മെന്റ്. തന്നില്ല നീ എന്താണ് പട്ടി? എന്താ? ഞാൻ ആരെയും കൊന്നിട്ടില്ല. എന്നിട്ടും നിയമത്തിന്റെ മുമ്പിൽ ഞാൻ കുറ്റവാളിയായി. അപ്പൊ തന്നെ വീടിനകത്തൊക്കെ കയറി നോക്കിയിരുന്നെങ്കിൽ വെടിവെച്ചവനെ പിടിക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നും തോന്നിയില്ല. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിക്രമാദിത്യൻ കഥകളും യക്ഷിക്കഥകളും വായിക്കുമ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു എക്സറേഷന് ഇയാളുടെ കഥയ്ക്കും. സൂപ്പർ ഹിയർ. ഡേറ്റ് കൺഫേംഡ് ആണ്, 6th. അതെ, 6ാം തീയതി തിങ്കളാഴ്ച. ടൈം യൂഷ്വൽ ടൈം, 5:30 മോർണിംഗ്. ഓക്കെ. സാർ, മനഃപൂർവ്വം പറയാതിരുന്നതാണ്. മമ്മാലിയുടെ ദയാഹർജി തള്ളി 6ാം തീയതി കാലത്ത് തൂക്കിലേറ്റു. ചേട്ടാ, സുഖല്ലേ മാധവൻകുട്ടി നിനക്ക്? ആ, പരമസുഖം. തോന്നുമ്പോ ഉറങ്ങാം, തോന്നുമ്പോ ഉണരാം. ഒന്നിനെ കുറിച്ചും പറയിടാവേണ്ട. വിധിയാണെന്ന് കരുതി ആശ്വസിക്കാൻ മനസ്സിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ വീട്ടിലെ കാര്യങ്ങൾ ഓർക്കുമ്പോഴാ
അമ്മയ്ക്കിപ്പോ കിടപ്പ് തന്നെ. കണ്ണീര് തോർന്ന സമയം ചുരുക്ക. ഞാൻ ഇങ്ങോട്ട് പോരുന്നു അറിഞ്ഞപ്പോ തൊട്ട് ഒരേ വാശി, ഇങ്ങോട്ട് പോരണമെന്ന്. വേണ്ട, അമ്മയെ കൊണ്ടുവരണ്ട. ഈ നിലയിൽ അമ്മ എന്നെ കണ്ട എനിക്ക് പിടിച്ചെടുക്കാനാവില്ല. സുനിതയ്ക്കും സുതയ്ക്കും പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അവരോട് പറയണം ഏട്ടൻ നമ്മുടെ സുഖമാണെന്ന്, ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന്. ശാപം കിട്ടിയൊരു ജന്മം എന്റേത്. കാത്തിരുന്ന് ജീവിതം തുലക്കരുന്ന് ശോഭയോട് പറയണം. അവളെങ്കിലും രക്ഷപ്പെടുത്തേ. നിന്നെ കാണാൻ വരണമെന്നും പറഞ്ഞിരിക്കുക ആ കുട്ടി. വേണ്ട, അവളിങ്ങോട്ട് വരരുത്. ഈ നിലയിൽ ഞങ്ങളുടെ തമ്മിക്കൾ. മാധവൻകുട്ടി, മാധവൻകുട്ടി ഇപ്പൊ എന്തിനാ അതൊക്കെ ഓർക്കണേ? സുനിതയുടെ കല്യാണം നടക്കില്ല വാപ്പച്ച. അവന്റെ വീട്ടുകാർ വേറെ കല്യാണം ഉറപ്പിച്ചു. എല്ലാം പറഞ്ഞുറപ്പിച്ചതല്ലേ, എന്നിട്ട് അവനെന്താ വാക്കു മാറുന്നത്? വാക്കല്ലേ മാറ്റാൻ പറ്റുമോ വാപ്പച്ച? കയ്യും കാലും ഒരു മാറ്റാൻ പറ്റുമോ? ഒരു കൊലയാളിയുടെ പെങ്ങളെ കെട്ടേണ്ട ഗതികേട് അവിടെ ഇല്ല എന്നാ പറയണത്. അമ്മാവ രവീന്ദ്രൻ നേരിൽ കണ്ടോ? കണ്ടു. അവന്റെ തന്ത അവനോട് ഇന്ന് നീ മുള്ളരുത് മോനെ എന്ന് പറഞ്ഞാൽ മുള്ളില്ല. അവന്റെ തന്ത പറഞ്ഞിട്ടാണോ അവൻ സുനിതയെ പ്രേമിച്ചത്? ഇതൊക്കെ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം പാപ്പച്ച? ശരിയാ, ഞാൻ അവനോട് ചോദിക്കാം. എന്റെ അച്ഛനെ ധിക്കരിച്ചുകൊണ്ട് സുനിതയെ വിവാഹം കഴിക്കാൻ എനിക്കാവില്ല. അച്ഛൻ? എടാ, എനിക്കും ഉണ്ടടാ അച്ഛനും അമ്മയൊക്കെ. ഒരു പാവം പെണ്ണിന്റെ പുറകെ നടന്ന് പ്രേമിച്ച് കെട്ടാൻ കൂട്ടാന്നൊക്കെ വാക്ക് കൊടുത്ത് അവസാനം കാര് മാറുന്നത് തന്തയില്ലായ്മയാണ്. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, തനിക്കെന്താ ഈ കാര്യത്തിൽ ഇത്ര താല്പര്യം? താനാരാ, അവളുടെ ഗാഡിയനോ? എടാ അവിഞ്ഞ നായരെ, പണ്ട് നിനക്ക് പ്രേമപ്പനി തുടങ്ങിയ കാലത്ത് ഈ ബന്ധം ഒന്ന് ഊട്ടി ഉറപ്പിക്കാനായിട്ട് നീ എന്റെ പുറകെ തേരാപ്പാര നടന്ന് നിനക്ക് ഓർമ്മയില്ലേ? അതെല്ലാം ശരിയാ. എന്ന് വിചാരിച്ച് ഒരു കൊലയാളിയുടെ പെങ്ങളെ കെട്ടണമെന്നാണോ താൻ പറയുന്നത്? എടാ പട്ടി കഴിവരുടെ മോനെ, ഇക്കണക്കിന് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് മാധവൻകുട്ടി ജയിലിൽ പോയെങ്കിൽ നീ അവളെ ഉപേക്ഷിക്കുമായിരുന്നില്ലേ? എടാ അരപ്പേ, ആ പെണ്ണ് ഇതിന്റെ പേരിൽ എന്തെങ്കിലും കടുകൈ ചെയ്താൽ നിന്നെ വെട്ടി കീറി ജയിലിൽ പോവാൻ ഞാൻ മടിക്കില്ല. പറയണത് കേൾക്കൂ. കരഞ്ഞ് ബഹളം വെച്ച് ഇനി അമ്മയെ കൂടി അറിയിക്കണ്ട. മനസ്സാകെ തകർന്നിരിക്കുന്ന സമയ. ഇനി ഇതും കൂടി അറിഞ്ഞ കൂടപ്പറപ്പിന് കൊലയ്ക്ക് കൊടുത്ത ജാതകമായത്. വേണ്ട, ഒന്നും ആശിക്കാൻ. നീ വിഷമിക്കണ്ട, ഞാൻ രവീന്ദ്രനെ കണ്ട് ഒന്നുകൂടെ സംസാരിക്കാം. വേണ്ട, എനിക്ക് വേണ്ടി ഇനി ആരും ബുദ്ധിമുട്ടണ്ട. രവിയേട്ടൻ വേറെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അല്ലേ? പാപ്പച്ചൻ ചേട്ടാ, നാളെ ചേട്ടന്റെ പിറന്നാളാണ്. ഇനി ഒരു പിറന്നാളിന് കൂടി ചേട്ടൻ ഈ ഭൂമിയിൽ ഉണ്ടാവുമെന്ന് എത്ര പറഞ്ഞിട്ടും മനസ്സ് വിശ്വസിക്കുന്നില്ല. എനിക്ക് ചേട്ടനെ ഒന്ന് കാണണമെന്നുണ്ട്. എന്തിനപ്പം ഇങ്ങോട്ട് വന്ന് പലരും ഞാൻ അറിയിച്ചിരുന്നല്ലേ? എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. സുഖം തന്നെയല്ലേ? എന്റെ സുഖാണല്ലോ ഞാൻ ഈ കാണുന്നത്. എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ കാത്തിരിപ്പ് അവസാനിപ്പിക്കണം. നീ ഒരു വിവാഹം കഴിക്കണം. മാധവേട്ടാ, ഒന്നും മറക്കാനാവില്ലെന്ന് എനിക്കറിയാം, പക്ഷെ മറന്നേ പറ്റൂ. ഇല്ല, ഒരിക്കലും മറക്കാനാവില്ല. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് മാധവേട്ടനോടുകൂടി മാത്രമായിരിക്കും. എന്താ ഈ പറയുന്നത്? വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്നൊരു പ്രതിയാണ് ഞാൻ. ഇങ്ങനെ പറയൂന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. എന്റെ മനസ്സിന് സമാധാനം കിട്ടാൻ നിനക്കിനി ഇത് മാത്രമേ ചെയ്യാനാവൂ. എല്ലാ നന്മകളും നിനക്കുണ്ടാവും. ഓർമ്മയിൽ പോലും എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ മാധവേട്ടൻ എങ്ങനെ കഴിയുന്നു? ഞാൻ പറയുന്നു, ഒന്ന് കേൾക്ക. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ശോഭേ,
ആശ്വസിപ്പിക്കുന്നതിൽ അർത്ഥമില്ലെന്നറിയാം. എന്നാലും വിധിയെന്ന് കരുതി സമാധാനിക്കുക. ഇത്തിരി പ്രാർത്ഥനയും ദൈവവിചാരം ഉണ്ടെങ്കിൽ മനസ്സിനൊരു ധൈര്യം കിട്ടും. നിനക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പറയാം. നിയമത്തിന്റെ പരിധിക്കുള്ളിലുള്ള എന്ത് വേണമെങ്കിലും നിനക്ക് ആവശ്യപ്പെടാം. എന്താ വേണ്ടതെന്ന് പറയും ഉമ്മാലി. എന്റെ ഗതിയും ഇത് തന്നെ ആവൂ സാർ. എന്ത് ഭ്രാന്താ താനീ പറയുന്നത്? അരുതാത്ത ഒന്നും സംഭവിക്കില്ല. താൻ ധൈര്യമായിട്ടിരിക്കും. ഓപ്പൺ. വരൂ. മാതാകുട്ടി മമ്മായിലെ ചെന്നൊന്ന് കാണും. അയാൾക്ക് ഇത്രയെങ്കിലും മനസ്സമാധാനം കിട്ടുമെങ്കിൽ. മമ്മാലി, ഞാൻ പോവാ സാറേ. എല്ലാരും എന്നെ ശപിക്കും. എന്റെ ഉമ്മയും എന്റെ മോളും. ഇത്തിരി സ്നേഹം പോലും ഞാൻ അവർക്ക് കൊടുത്തിട്ടില്ല. ഇല്ല മമ്മാലി, മമ്മാലി ആരും ശപിക്കില്ല. ഈ ലോകത്തുള്ള ആരും ശപിക്കില്ല. ഇല്ല സാറേ, ശപിക്കും. ഞാൻ ദുഷ്ടനാ. മമ്മാലി, മമ്മാലി എന്തായി കാണിക്കുന്നത്? സാറേ, നാളെ എന്റെ ഉമ്മ വരും. ഉമ്മ വരുമ്പോ ഡോക്ടർ സാർ അവരോട് പറയണം ഉമ്മയുടെ മോനൊരു പാവമായിരുന്നെന്ന്. എന്റെ മോളോട് സാറ് പറയണം പാപ്പക്കോളെ ഇഷ്ടായിരുന്നെന്ന്. ഒത്തിരി ഇഷ്ടായിരുന്നെന്ന്. പറയാം, ഞാൻ പറയാം. ഈ രാത്രി കഴിഞ്ഞാൽ പിന്നെ ഈ രാത്രിയിനേക്കാളും ഇരുട്ടുള്ള ലോകത്തിലേക്ക് ഞാൻ ഒറ്റയ്ക്ക്. മമ്മാലി, എന്റെ തെറ്റ് പടച്ചോനെങ്കിലും ഓർക്കോ ഡോക്ടറെ?